എന്തല്ലേ വിഷോ ചായല്ലേ കുടിക്കുന്നേ? വിത്തോട്ട് ആ അമ്മ അമ്മ വിക്രമപിള്ള മുത്തശ്ശന്റെ വേറെ കഥ പറഞ്ഞു. വേറെ കഥകളാ? കഥകളില്ലയോന്നോ? കൊള്ളാം. പറഞ്ഞാലും തീരാത്ത കഥകളല്ലയോ. ഒരു കാലഘട്ടത്തിൽ ഈ തിരുവനന്തപുരത്തുണ്ടായ കഥകൾ മുഴുവനും എൻ്റെ അച്ഛൻ വിക്രമപിള്ളയുടെ കഥകളല്ലായിരുന്നോ? ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് വിക്രമന്റെ മുത്തുവിന്റെ കഥ. അവിടെ കൊന്നാലെന്താ? അമ്മ മുത്തശ്ശൻ ഭയങ്കര രസമായിരുന്നില്ലേ കാണാനൊക്കെ? മീശയും 5 അടി 5 ഇഞ്ച് പൊക്കവും. കനകന്റെ അത്ര ഉണ്ടാവും. കനകൻ അതുപോലെയൊക്കെ ആയിരുന്നു അല്ലേ? എന്ത് ഇതൊക്കെ അറിയാവുക? പുതിയ പണ്ടേ ഉള്ളതാണ് അമ്മ കാര്യമാക്കണ്ട. കഥ പറ. മക്കളാ നല്ല മോക്ക് അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ കഥ കേക്കണ്ടേ? അമ്മൂമ്മേരെ അച്ഛന്റെ കേട്ടോ. അമ്മ അവിടെ ശ്രദ്ധിക്കണ്ട, അവനെ ശ്രദ്ധിക്കണ്ട. അമ്മ പറഞ്ഞാൽ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു കല്ലിരിപ്പുണ്ട്. കണ്ടിട്ടില്ലേ നിങ്ങള്? ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ആ കല്ലെടുത്ത് പൊക്കുമ്പോഴാണ് പണ്ട്. അന്ന് കുറെ ആൾക്കാരെ വെറുതെ പട്ടാളത്തിലെടുത്ത് ഇന്നത്തെ പോലെ മറ്റേ ബാറിൽ തൂങ്ങണ്ട, നെഞ്ചുരു നോക്കണ്ട, ആ കൂട്ടത്തിൽ കയറി ആളല്ല. അല്ല, അന്ന് പാലായിന്ന് കുറെ പേര് അങ്ങനെ പോയി. അന്ന് തിരിച്ചു പോയതല്ല പാലക്കാര്. അന്ന് ആ പാറക്കല്ലിന്റെ മോളിൽ ചെന്നിട്ട് ഒരു മുട്ടും കുത്തി ഇങ്ങനെ ബലി ഇടുന്ന കണക്ക് അങ്ങോട്ട് ഇരുന്ന് ഒറ്റ എന്നിട്ട് ആ കൈ കൊണ്ട് അങ്ങോട്ട് കുത്തി അങ്ങ് കയറ്റി കൊടുത്ത് എന്നിട്ട് അങ്ങോട്ട് പൊക്കി അങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈ കൊണ്ടും എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5-6 പ്രാവശ്യം അതിട്ട് അങ്ങോട്ട് അല്ലാതെ ഇതാര് കണ്ടോണ്ടിരിക്കുന്ന? മാളികപ്പുറത്തിരുന്ന് മഹാരാജാവ് കിളിവാതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനടി എന്തായത്? അവിടെ ഒരു കവി ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ആ കൊട്ടാരം കവി ഒരു കവിത അങ്ങ് ചൊല്ലി. വിക്രമാ നിന്നക്രമം വിക്രമം നക്രമം. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്നത്തെ കാലത്തെ ബാഹുബലിയായിരുന്നു വിക്രമപിള്ള. ഇവനെ ചവിട്ടി പാലക്കാര് ചൊറഞ്ഞില്ലേ? അപ്പൊ ചെറുതായിട്ട് ചൊറിച്ചിട്ടുണ്ടാവും. എന്തോ ചെയ്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് മഹാരാജാവ് എല്ലാവർക്കും ഓരോ പണക്കിഴി അങ്ങ് കൊടുത്തു. ഒരു പണക്കിഴി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവിത കണ്ടും കൊണ്ട് അത് എടുത്ത് ആ കവിത എഴുതിയ ആളിനെ അങ്ങ് കൊടുത്തു. കവിക്ക് കൊടുത്തു. അത് വലിയ അക്രമമായി പോയല്ലേ? അല്ല, കവി ആ കവിത ചൊല്ലിയപ്പോ ആ വിക്രമപിള്ളയുടെ ഈ അക്രമമൊക്കെ അങ്ങ് നിർത്തി. അപ്പൊ രാജാവിന് സമാധാനമായി. അങ്ങനെ രാജാവ് പണക്കിഴി എടുത്ത് മറ്റേ കവിക്ക് കൊടുത്തു. മതി മതി. ഈ പിന്നെ അമ്മേ മറ്റേത് പറ അമ്മ, അതാ നല്ല കഥ. മറ്റേ ആറാട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതെ, നല്ലോണം പറ. പിന്നെ ഈ അന്ന് ഈ ആറാട്ട് നടത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശംഖുമുഖത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖത്തേക്ക് പോകും. അവിടെ ഈ വള്ളക്കടവിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വാദ്യങ്ങളും ഘോഷങ്ങളും പട്ടാളം പോലീസ് എന്ന് വേണ്ട അങ്ങോട്ടും വാദ്യം വിളക്ക് എന്ന് വേണ്ട എല്ലാം ഇങ്ങോട്ട് വരുമായിരുന്നു. ആ സമയത്ത് അവിടെ ഈ വള്ളക്കടവിൽ മൂരിവെട്ടുണ്ടായിരുന്നു. ഇത് വെട്ടും. ഓ, അന്നേ വെട്ടുമല്ലേ? ഈ കാളവെട്ടിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു കാള ഒറ്റ ഓട്ടം ഇങ്ങ് മുമ്പോട്ട്, ആളുകൾ വരണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെപ്രാളത്തിൽ ഓടി. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് എന്തുവാണെന്ന് അറിയാമോ? കാളയുടെ പുറത്ത് അച്ഛൻ കാലും വെച്ചും കൊണ്ട് ഇരിക്കുന്നു കയറി. അപ്പോഴേ അതിനെ കൊന്നില്ലേ? സമ്മാനം കൊടുത്തില്ലേ? അല്ല, അന്ന് ഈ പട്ടുമളയൊന്നും കൊണ്ടു കിടക്കുന്ന പതിവില്ലായിരുന്നല്ലോ. കിട്ടില്ല. അവിടെ നന്ദിമഠത്തിന്റെ അടുത്തൊരു നിലവിളക്ക് അങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാരാജാവ് വന്ന് ആ വിളക്കൊക്കെ അങ്ങോട്ട് അണച്ചിട്ട് ആ വിളക്കെടുത്ത് വിക്രമപിള്ളയ്ക്ക് അങ്ങ് കൊടുത്ത്. ആ വിളക്കാണ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. ആ വിളക്കാകെ ഒരു പ്രാവശ്യം ഈ മുറ്റത്ത് വെച്ചിട്ടുള്ളൂ. ആറാട്ടും എഴുന്നള്ളത്തും ഇതിലേ പോകുമ്പോൾ അന്നെടുത്ത് തട്ടിൻ്റെ മോളിൽ കയറ്റിയതാ. പിന്നെ അത് ഈ മുറ്റം ലോകവും കണ്ടിട്ടില്ലാത്ത വിളക്കായിരുന്നു. ആ വിളക്കിന്റെ കഥ കേട്ടപ്പോണ് എനിക്ക് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നമ്മളെ നേതാവുണ്ടല്ലോ യശ്വന്ത് സഹായി, അയാളുടെ ഒരു കാര്യം ഓർമ്മ. ഒരു അപ്പൂപ്പന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ട യശ്വന്ത് സഹായിയുടെ കഥ കേൾക്കേണ്ട കാര്യമില്ല.
മക്കളെ എന്നിട്ട് പോയി വൈകുന്നേരം പോയി കുളിച്ച് റെഡിയായി പോയി പാടി മക്കളെ അല്ലെങ്കിൽ യശു സഹായി ഇന്ന് നമ്മളെ തള്ളിയിട്ട് കൊല്ലും. പെയ്യ പെയ്യ പറഞ്ഞു വീഴരുത്. അമ്മ അമ്മ ഈ പിന്നെ ഞാൻ വിക്രമൂപ്പന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ തമാശയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞതല്ലേ ഉള്ളൂ. എനിക്കറിഞ്ഞു. ഈ വിളക്ക് നല്ല വലിയ വിളക്കല്ലേ അമ്മ? എത്ര വരും ഒരു ഉദ്ദേശം? ആ അത്രയൊക്കെ ഉണ്ടല്ലേ? ഞാനേ പിന്നെ ഈ മുത്തച്ഛൻ്റെ കഥ കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്ന. ഞങ്ങളുടെ ഈ നേതാവ് അയാള് ഡൽഹിയിൽ നിന്ന് പറഞ്ഞുണ്ട് ഞങ്ങളിവിടെ ഒരു പാർട്ടി മീറ്റിങ്ങിൽ. ശരി. ബാക്കി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി സ്റ്റേജും ബാക്കി ഇതും എല്ലാം ഓക്കെ. ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിപ്പോയി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നിടത്തുനിന്ന് വിളക്കും പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിളക്ക് യുവമാർ വേറെ എവിടെയോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് അതിന് എത്തിയില്ല. അത് 2 ദിവസം കൂടെ കഴിഞ്ഞേ എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിളക്കില്ലാതെ ഞങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഒരു വിളക്കില്ലാതെ ബുദ്ധിമുട്ടാണ്. നാളത്തേക്ക് നമ്മളെ മുത്തച്ഛനെ ഒന്ന് തന്നാലേ. അത് പറ്റത്തില്ലടാ. അവിടെ അടുത്തെങ്ങാനും ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കി. അല്ലമ്മ, നമ്മളെ കുടുംബത്തിലിരിക്കുന്ന ഇത്രയും വലിയൊരു മഹത് സംഭവം ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ അതേ തൊട്ട് കളിക്കണ്ട. അത് ഞാൻ എടുക്കത്തില്ലേ പൊന്ന് ക്ലീറ്റസ്. അയ്യോ അല്ല അമ്മ, അതെ ആ വിളക്കെന്ന് പറയുമ്പോൾ പിന്നെ ഇനിയിപ്പം നമ്മുടെ കുടുംബത്തിലൊരു വിളക്കാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാൻ 10 ആള് കാണും. അയ്യോ, ആ വിളക്കിന്റെ മഹിമയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നീ കേട്ടോണ്ടിരിക്കുകയല്ലേ? അത് തരാൻ പറ്റത്തില്ല, അത് എടുക്കത്തുമില്ല. അത് അവിടെ കിടന്നു. നമ്മുടെ കുടുംബക്കാരുടെ ഒരു കുഴപ്പം ഇതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മഹിമയും ഒരു 10 ആളറിയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് രഹസ്യമാക്കി തട്ടും പുറത്ത് ചാക്കനകത്ത് ഇടാനുള്ളതാണ്. അത് വെളിയിൽ നാട്ടുകാർ അറിയണ്ടേ? ഈ വിളക്ക് നാളെ ആ സ്റ്റേജിൽ കൊണ്ടുവച്ച് അതങ്ങോട്ട് ദീപം തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ദീപമാണ്. ആ ദീപപ്രഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് അന്തസ്സായിട്ട് പറയാതിരിക്കണത് അല്ലേ, എൻ്റെ മുത്തശ്ശനാണ് ആയിരുന്നു അങ്ങനെ മിനുങ്ങണ തിളങ്ങണമെന്ന്. ആ മുത്തച്ഛനാണോ ചാക്കി കെട്ടി ഇതിനകത്തിട്ടെങ്ങനെ? നാട്ടുകാർ അറിയണ്ടേ? ഒരു ദിവസത്തേക്ക് അമ്മ ഒന്ന് തന്നു നോക്ക്. നമുക്ക് നമ്മളെ കുടുംബത്തിൻ്റെ മഹിമ എനിക്കും അവിടെ ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാം. ഇത് എൻ്റെ മുത്തശ്ശനാണെന്നും അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയും, ഇത് എൻ്റെ അമ്മായിയുടെ അച്ഛന് രാജാവ് ഇങ്ങനെ ഒരു വീരകൃത്യം ചെയ്തപ്പോൾ സമ്മാനമായിട്ട് കൊടുത്ത വിളക്കാണ് അതെന്ന്. അപ്പോൾ 14,000 കുടുംബങ്ങളിലാണ് ഇത് അറിയാൻ പോണത്, അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു. അപ്പോൾ നമ്മളെ ആൾക്കാർ അറിയണ്ടേ ഇങ്ങനെ ഈ ഒരു മനുഷ്യനെ ആണ് ഈ ചാക്കി കെട്ടി ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ കനകനൊന്നും ഈ ബോധമില്ല, ഇത് ചിന്തിക്കാനുള്ളൊരു ഇതില്ല അമ്മ. നമ്മളെ കുടുംബത്തിലൊരു നല്ലത് 10 ആൾ അറിയണം. അവരടുത്ത് പറയാതെ തന്നാൽ എങ്ങനെ ഒന്ന് ചോദിക്കാം. അമ്മ ഇതൊരു മനുഷ്യൻ്റെ അടുത്തും പറയരുത്. പറഞ്ഞാൽ അപ്പോൾ പോയി തട്ടും പുറത്ത് തന്നെ ചാക്കി കിടക്കുകയുള്ളൂ. അത് ഞാൻ പറയാം. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ നൈസാ കൊണ്ടുവച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇവരും അറിയണം അപ്പം ഇവിടെ വന്നിരുന്നു ഇല്ലേ? അപ്പോൾ ഗമ ആർക്കാണ്? അപ്പം അമ്മയ്ക്ക് അവരുടെ ചോദിക്കാൻ കണ്ടാടാ ക്ലീറ്റസ് വിചാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കണ്ട 10 ആളറിഞ്ഞു. ഇപ്പോഴത്തെ തലമുറ അറിയണം അമ്മയുടെ അച്ഛൻ ആരായിരുന്നു. അന്നാകെ ഒരേ ഒരു ദിവസമേ ഞാൻ അതിനെ പുറത്തെടുത്തിട്ടുള്ളൂ. അതാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ വിളക്ക് ഇവിടെ ഇരിക്കേണ്ടതല്ല. ഇത് ഇനി ഇങ്ങനെ നമ്മുടെ ഈ ജനഹൃദയങ്ങളിലേക്കൊക്കെ ഈ വിളക്കിങ്ങനെ എപ്പോഴും തിളങ്ങി നിൽക്കണം. നമുക്ക് നാളെ ഇത് കഴിഞ്ഞ പിള്ളേർ കാണാതെ നാളെ ഇത് കഴിയുന്ന ഉടൻ നീ തിരിച്ച് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. തിരിച്ച് ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മ പറയട്ടെ നീ അടുത്ത പരിപാടിക്ക് ഉണ്ടോ, നീ ആ പരിപാടിക്ക് ഉണ്ടോ എന്ന് പറയരുത്. ഞാൻ ഈ ഒരു പരിപാടിക്ക് ആയിട്ടുള്ളൂ കേട്ടല്ലേ? പിന്നെ ഞാൻ വിശ്വസിക്കുകയാണേ വിളക്ക് ഇവിടെ കൊണ്ടുതരണം. അമ്മ അങ്ങനെ പറയല്ലേ, നമ്മുടെ കുടുംബത്തിലെ മുത്തച്ഛനല്ലേ അത്. എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലേ? അതിന്റെ വലിപ്പമൊക്കെ നിനക്കറിയാം. ഓ വിളക്ക് മാറിപ്പോവരുതേ. അതിന് മാറാൻ വേറെ വിളക്കില്ല അമ്മ. അവിടെ ഈ ഒരു വിളക്കേ ഉള്ളൂ. ആ വിളക്കാണ് നമ്മളെ മുത്തച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. ഒന്നും ആലോചിക്കണ്ട, നമുക്ക് തട്ടും പുറത്തുനിന്ന് ഞാൻ എടുക്കാം, വരാം. പറയണ്ട, അമ്മയുടെ വായിന്ന് നാട്ടിൽ പൊടി മക്കളൊന്നും അറിയരുത് കേട്ടാ. അതുങ്ങളാണ് കുഴപ്പം. ചെല്ല അമ്മ ധൈര്യമായിട്ടേ. ഒന്നുമില്ല, അമ്മയുടെ അച്ഛനും ഒന്നും സംഭവിക്കില്ല. സുരക്ഷിതമായിട്ട് ഞാൻ എത്തിക്കും. കിടക്കുന്നില്ലേ? കിടക്കണം. നിങ്ങൾ കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നതാണ്. അല്ലാത്ത തലവേദന, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിട്ട് കിടക്കാം. തലയുണ്ടെങ്കിൽ നേരത്തെ പോയി കിടന്നുറങ്ങാം. ഇടാ ഞാൻ കിടന്നോളാന്ന് പറഞ്ഞില്ലേ. ഗുളിക കഴിച്ചാ?
ആ ഗുളിയെല്ലാം കഴിച്ചു. ഞാനൊരു ഇച്ചിരി 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതൊരു ചൂട് പട്ടിയും പൂച്ചയൊക്കെ ചൂട് പരിപാടി ജില്ലാ തലത്തിൽ തന്നെ ഒരു ഓളം ഉണ്ടാക്കിയില്ലേ? ആ ആ പിന്നെന്താ നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണക്കെല്ലാം അവതരിപ്പിക്കാം. ഓക്കേടാ, ഓക്കെ. അപ്പുറത്ത് ആളുണ്ടാളിയാ എൻ്റെ അളിയോ, എൻ്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഇത്രയും ഗംഭീരമായൊരു പരിപാടി, ജനസാഗരം, ജനപ്രളയമായിരുന്നു. ആണല്ലേ? അയ്യോ, യശ്വന്ത് സഹായി കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ കണ്ടിട്ട് നിന്റെ സാഗരം തുളുമ്പിപ്പോണ്ടല്ലോ നേരത്തെ. നീ വന്ന് നോക്കണേ അവിടെ, നീ വരാനുള്ളതായിരുന്നു അളിയാ. എന്ത് കൊടുത്തു വന്നവർക്ക്? എന്ത് കൊടുത്തു? എല്ലാവരും ലാവിഷായിട്ട് കൊടുത്തിട്ട് 500 ബിരിയാണി, ചിക്കൻ ബിരിയാണി. പൈസ കൊടുത്തു? പൈസ ഇത് കേന്ദ്രത്തിന്റെ പരിപാടിയല്ലേ, കേന്ദ്രം അവിടുത്തെ ഫണ്ട് അനുവദിച്ചില്ലേ? അത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോ ഇതിപ്പോ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറായിരുന്നു. ഭയങ്കര പരിപാടിയായിരുന്നു. കഴിച്ചേ? പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ലാവിഷ് ഫുഡായിരുന്നു. പാർട്ടിയും എല്ലാം കഴിഞ്ഞ് ഇനി നാളെ ഇനി ബാക്കി പരിപാടികൾ ഇനി കിടക്കണം. ഇനിയാണ് തലവേദന. ഇതെല്ലാം ഇനി കണക്ക് അവതരിപ്പിക്കല്, കാര്യങ്ങൾ കണക്കൊക്കെ അവതരിപ്പിക്കല്. അതിപ്പോ നമ്മൾ പാർട്ടി കേന്ദ്രത്തിന്റെ ഫണ്ടാണെങ്കിലും പൈസ നമ്മൾ കണക്ക് കാര്യങ്ങളൊക്കെ നിരത്തണം. അങ്ങനെയാണ്. നീ കഴിച്ചല്ലോ? ഞാൻ കഴിച്ചു, കിടക്കാൻ പോണു. ശരിയല്ലേ, ഗുഡ് നൈറ്റ്. ആ താക്കോൽ കേട്ടേ. കർത്താവേ, ഭയങ്കര ക്ഷീണം. അയ്യോ, വെള്ളമൊക്കെ ഇവിടെ അവൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇന്നലെ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പോയത്. പിള്ളേരറിഞ്ഞാൽ നിനക്കറിയാലോ ഇവിടെ ഉണ്ടാകുന്ന യുദ്ധം എന്തുവാണെന്നുള്ളത്. എനിക്കതൊന്നും കേൾക്കട്ടെ. അൻസാറും നടരായനൊന്നും വിചാരിച്ചാൽ സാധിക്കത്തില്ല. പിള്ളേരറിയാതെയാണ് ഞാൻ എടുത്ത് തന്നത്. പറയുന്നത് അത് പോയെന്നാണ് എന്റെ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഒറിയോലിന്റെ സ്വഭാവം ഞാനും ഉണ്ടല്ലോ. വിളക്കില്ല നിന്നെ ഒരു പോള കണ്ണടച്ചില്ല. നിനക്കറിയാമോ? അതിന്റെ വില നിനക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ അല്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. എന്താ എന്നെ വിളിക്കാൻ? ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അല്ല ക്ലീറ്റസ് ആണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഒരു മിന്നായം പോലെ ഞാൻ കണ്ട്. എന്തോ ക്ലീറ്റോനെ കണ്ടിട്ട്? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ വിളിക്കായിരുന്നില്ലേ? കണ്ടെങ്കില് ഒരു നല്ല കാര്യത്തിന് പോണ ആളിനെ എന്തിനാണ് പുറകെ വിളിക്കുന്നത് വിചാരിച്ചു. എപ്പോ വരുമെന്ന് അറിയാമോ നിനക്ക്? ക്ലീറ്റ പോരാൻ അമ്മ ഇരിക്കും. എന്താ ക്ലീറ്റോനെ കണ്ടിട്ട് ആവശ്യം? അല്ല, ഒരു കാര്യം പറയാനുണ്ടായത്. അത് ഞാൻ പറഞ്ഞോളാം. എന്ത് പറയാൻ എന്നോട് പറഞ്ഞോ? അതെന്താ എന്നോട് പറയാൻ? അല്ല, പറയുകയൊക്കെ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും. എപ്പോ വരുമെന്ന് നിനക്കറിയാമോ? പൈസ വല്ലതും മേടിച്ചോ? എന്റെ പൈസ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. എനിക്കൊരു വിവരം ഒന്നും അറിയണമായിരുന്നു. വേറെ എന്തോ കള്ളത്തരണ്ട്. ഒന്നുമില്ല. നീ ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചാണ്. എനിക്കൊരു കാര്യം അറിയാനാ.
എന്താന്ന് വിളിച്ചോ? ആരും പറയാൻ പറ്റുമോ? വേദന അറിയില്ല ദൈവമേ എൻ്റെ കാര്യം. ഇനി എങ്ങനെ ആരോട് ഇതാണ്ട ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, നീ പറയണ്ട. ചെല്ലുണ്ട്. അയ്യോ അടുക്കളയില് ഇത് എടുക്കണില്ലല്ലോ അമ്മേ. എടുക്കണില്ല. ഒരു മിനിറ്റ് ഒന്നും കൂടി വിളിച്ചു നോക്കാം. അമ്മേ അമ്മേ കുഴപ്പമൊന്നുമില്ല. ആശുപത്രി പോണോ? പ്രഷർ വല്ലതും കൂടിയാ? ഇല്ല. പിന്നെന്താ അമ്മ ഒന്നും മിണ്ടുന്നില്ല, എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് എന്ത് പറ്റി? അച്ഛൻ്റെ ഓർമ്മ വല്ല വന്ന എന്ത് പറ്റി അമ്മ? ഒന്നുമില്ലടാ. കാര്യം പറ, എന്ത് പറ്റി? എന്ത് പറ്റി? പിന്നെ എന്താടാ അമ്മനെ കണ്ടില്ലേ? അമ്മ ഒന്നും പറഞ്ഞതുമില്ലേ? എന്താടാ ഈ പഴയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളോട് ഭയങ്കര ഭ്രമമായിരിക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും, അവർ ജീവനെ പോലെ ആയിരിക്കും അത് കരുതുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആ വാല്യൂ കൊടുക്കണം. ഇല്ല, ഭയങ്കര മോശമാണ്. എന്താന്ന് നിനക്കറിയില്ല അപ്പൊ കൊടുത്ത വിളക്ക് അമ്മ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അമ്മ വെളി കൊടുക്കാൻ വെച്ചിരുന്ന വിളക്ക അത് കട്ടുംപുറത്ത് എങ്ങാണ്ട് എടുത്ത് വെച്ചാ ഉണ്ടായിരുന്നു. എന്നിട്ടോ ഇപ്പൊ എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ കാര്യം പറയുന്നേ. നീ അവനെ വിളിക്കേ. ക്ലീറ്റാ ക്ലീറ്റാ വന്നേ. എന്താ അതെ ഇവൻ എന്തൊക്കെ ചോദിക്കുന്നു, തട്ടുമ്പോറോ വിളക്കോ? എന്താണ് ഉദ്ദേശം? എന്താ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞേ? എന്ത് പാടാ ചെറുക്കാ? കാര്യം പറയലേ. അവന് മനസ്സിലായി നീ പൊട്ട കളിക്കുന്ന. ഞാൻ പൊട്ടം കളിക്കുന്നു. നിനക്കൊന്നും മനസ്സിലായില്ലേ? 1000 രൂപ ഞാൻ തരാം. അതല്ലേ ഏതായാലും രൂപ ഇന്നാള് കടം വാങ്ങിച്ച തന്നല്ലേ? അപ്പൊ തന്നില്ല, അത് വേണ്ട, അതല്ല പ്രധാനം. ഇപ്പൊ എനിക്ക് എന്റെ പ്രശ്നം വെച്ചാൽ എന്റെ അമ്മയുടെ മനസ്സമാനമാണ്, എന്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. എടീ ആ വിളക്കില്ലേ, ആ തട്ടുപ്പുറത്ത് പൊന്നു പോലെ വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, എന്റെ കഥയിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടിരുന്നത്. അവരോട് ഞാൻ എടുത്തില്ല തങ്കം, അമ്മ എനിക്ക് തന്നു. അല്ല അമ്മയോട് പറഞ്ഞറിയാമോ? അതായത് വിളക്ക് അവിടെ ഇരുന്നപ്പോ ഇവന്റെ മറ്റേ ദേശായ പൂജായ ദിവസം വരുന്നല്ലോ, അന്നത്തെ ആ മീറ്റിങ്ങിന് വേണ്ടി വിളക്ക് വേണമെന്ന് പറഞ്ഞു. അമ്മ എന്നെ നിന്നെ അറിയിച്ചിട്ടില്ല, ഞാനും നീ അറിയാതെ അമ്മ ഇവനെടുത്ത് കൊടുത്തു വിളക്ക്. പറയട്ടെ എങ്ങനെ എടുത്തു കൊടുത്ത്? അപ്പൂപ്പന്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും അറിയും, ലോകം മുഴുവൻ അറിയട്ടെ. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വിളക്ക് അവിടെ ഇരുന്നാൽ പോരാ, അത് പുറത്ത് വരണം. ആ പുറത്ത് വന്നേ കുഴപ്പമില്ല. അപ്പൊ ആ അമ്മ വീണ് വയസ്സാണല്ലേ, ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് കാണാനില്ല. നീ ഒന്നും പറയണ്ട. ഇത് ഭയങ്കര മോശമാണ്. ഇതുവരെ നീ ചെയ്ത സകല തോന്നിയ ഞാൻ കൂടുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ല സംഭവം. അതായത് നീ കേട്ടോ, നമ്മളെ അളയാ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഈ നടരാജനോടും അൻസാറിനോടും പറഞ്ഞ് നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കലും, ഈ വിളക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞ മാറ്റി വെച്ചോണം, അമ്മയുടേതാണ്, നമുക്ക് കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. യവന്മാർ മീറ്റിംഗ് കഴിയണവരെ നോക്കിയിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ ആ വിളക്ക് അവിടെ നിന്ന് പോയി. യവന്മാർ കരിക്കം കണ്ട് അവിടെ ഇരുന്ന് ബാക്കി കുടിക്കാൻ വേണ്ടി അതെടുത്ത് കുടിച്ച് ആ സമയം കൊണ്ട് വിളക്ക് കാണാൻ നടന്നങ്ങ് പോയി. വിളക്ക് നടന്ന് നേരെ ചാലക്കകത്ത് പോയി. നിന്നാണ് അളിയ ചാലയിലെ മണിയന്റെ അവിടെ ഇരിപ്പോടായിരിക്കും ചിലപ്പോ. കൂട്ട്
അല്ല ഇവന് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവരായിട്ടുള്ള കൂട്ട്. കർത്താവിനാണ് എന്റെ തങ്കം. ഈ ആളെ നീ ആവശ്യമില്ലാത്ത പറയരുത്. ഞാനത് നീ വിളക്കതാ വിളക്ക് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അല്ല ഇനി എനിക്ക് സംസാരിക്കാനും വയ്യ, വഴക്കുണ്ടാക്കാനും വയ്യ, അമ്മയുടെ വിഷമം കാണാൻ വയ്യ. ഇനി അമ്മ എന്റെ പുറകെ കിടക്കുക. അമ്മയുടെ വിഷമത്തിന്റെ തന്നെയാണ് ആ വിളക്കിന്റെ വില എന്താ. മുത്തച്ഛന് കിട്ടിയതാ അത് രാജാവിന്റെ കയ്യിൽ നിന്ന്. അമ്മ എന്നോട് അത് തന്നപ്പോ എല്ലാം പറഞ്ഞിട്ടല്ലേ തന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പുഷ്ടിപ്പെടുത്തേണ്ടത് ഇവിടുത്തെ വിളക്കം കൊണ്ടല്ല. അല്ലാതെ ഞങ്ങൾ വാടകയ്ക്ക് പറഞ്ഞിരുന്നത് വിളക്ക് കിട്ടാത്തോണ്ട് ഈ വിളക്ക് അമ്മയുടെ ചോദിച്ചപ്പോ ഞങ്ങളോട് ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞു അത്. അതിപ്പോ അതൊരു മര്യാദയാണല്ലോ. ഞങ്ങൾ രണ്ടുമുണ്ട്. നീ ഒന്നും വേണ്ട, നീ എന്റെ അടുത്ത് ഒന്നും പറയാറില്ല, അവളുടെ അടുത്ത് ഇങ്ങനെ പറയാറില്ല. ഞാൻ ഇപ്പൊ അറിയണേ ഈ കാര്യം. ഇതേ ഞാൻ രാത്രി കൊണ്ട് തിരിച്ച് എത്തിക്കാലോ എന്നുള്ള ഒരു ധൈര്യത്തിലല്ലേ. ക്ലീറ്റോനെ ന്യായീകരണം ഒന്നും കാണണ്ട. വിളക്ക് മര്യാദക്ക് തിരിച്ചുകൊണ്ടെത്താ. പോട്ടെ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. അല്ലെ എവിടെ കൊടുത്തു? ഞാൻ മേടിച്ചു. എത്ര രൂപ കൊടുത്താലും ഞാൻ മേടിച്ചു. എനിക്ക് എന്റെ അമ്മയുടെ മനസ്സമാനം വേണം. എന്റെ അളിയെ ഞാൻ നിന്റെ അടുത്ത് ഇനി എങ്ങനെ നിങ്ങളുടെ ആരും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണം. എങ്ങനെയാ ഈ മാതിരി കള്ളത്തരം കാണിച്ചു വെച്ചിട്ട്? ആ വിളക്ക് ഞാൻ അങ്ങനെ ചെയ്യൂ? ഞാൻ അങ്ങനെ വിൽക്കുവോ? ക്ലീറ്റോ ചെയ്യുള്ളൂ. നീ ഇതൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ നീ. ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറ, സത്യമായിട്ടും ആ വിളക്ക് മോഷണം പോയതാണ്, അല്ലാതെ ഞാൻ അതെടുത്ത് വിറ്റിട്ടില്ല. എങ്ങനെയുണ്ട്? നേരത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ടില്ല, നടന്നു പോയി. ഇപ്പൊ മോഷണം പോയി. അല്ലെ കാണാതെ പോയി മുതലിനെ മോഷണം പോയി. അല്ല പിന്നെ മോഷ്ടിച്ചാൽ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പറയുന്നുണ്ട്, വിളക്ക് കൊണ്ടുവന്ന് മര്യാദക്ക് കൊണ്ടുവന്ന് വെച്ചോ ക്ലീറ്റ്, അല്ലാതെ ഒന്നും നടക്കൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന് എന്താ നിന്റെ പരിപാടി? എനിക്കറിയണത്. വിളക്ക് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാം. ഞാനത് പോലീസിലൊരു പരാതി കൊടുക്കാൻ ആലോചിക്കണം. പോലീസ് പരാതി കൊടുത്താൽ സംഭവിക്കുന്നത് അറിയാമോ? എവനെ പിടിച്ചു പോകും. എന്നെ പൊന്നളിയ, ഒരു പ്രാവശ്യത്തെങ്കിലും നീ എന്നെ ഒന്ന് വിശ്വസിക്കും. ഒരു പ്രാവശ്യത്തേക്കല്ല, നിന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു, ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്. നീ അന്നൊക്കെ എനിക്ക് പണി തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെറും 10,000-2,000 രൂപയ്ക്ക് നിങ്ങളെ അപ്പനെ കൊണ്ടുപോയി വിൽക്കുവോ? ഇപ്പൊ എന്റെ ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടളിയാ. ഉണ്ടായിരിക്കും. പക്ഷെ നീ ഇത് ചെയ്തതിന്റെ അപ്പുറം ചെയ്യും. ഇത് അമ്മ എപ്പോഴും പറയാൻ കണക്കാടി. നായ നടുക്കടയിൽ ചെന്നാൽ നക്കി കുടിക്കുള്ളൂ. എവനിന് എത്ര പൈസ ഉണ്ടായാലും ശരി, അവൻ ഈ തോന്നിയ ദിവസം കാണിക്കും. ഈ ഉടായ്പ എന്ന് പറഞ്ഞാൽ അവന്റെ മരണം വരെ അവൻ്റെ കൂടെ ഉള്ളതാണ്. അത് വിട്ടുമാറില്ല. അളി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ നാട്ടിലിറങ്ങി എന്ത് വേണോ കാണിച്ചോ, പക്ഷെ സ്വന്തം വീട്ടിലേക്ക് ഇത് കാണിക്കരുത്. ഭയങ്കര മോശമാണ്. അത് പ്രായമായിരിക്കും സ്ത്രീ അടുത്ത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വിളക്ക് കിട്ടിയേ പറ്റൂ. അത് എവിടെ നിന്നാണെങ്കിലും ശരി നീ കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലാതെ നീ ഇവിടെ നിൽക്കരുത്. നീ പാലയിൽ എവിടെയെങ്കിലും വെച്ച് പോയിക്കോ. ഇനി അവനെ ചുമക്കാൻ നമുക്ക് പറ്റില്ല. എനിക്കെന്തായാലും പറ്റില്ല. പറഞ്ഞിരുന്നു വേണ്ട, വിളക്ക് വറ്റി ഇവിടെ എത്തണം, എത്രയും പെട്ടെന്ന്. എപ്പോഴും പറയുന്ന പോലല്ല. ആരും വിശ്വസിക്കണ്ട എന്നെ, ആരും വിശ്വസിക്കണ്ട. എന്നാലും നടരാജനും ആൻസാറും കൂടെ എന്നെ കള്ളനാക്കി. കള്ളൻ. Alien versus Alien.